അസോസിയേഷൻ പ്രസിഡന്റിന്റെ അപേക്ഷയിൽ ഫയൽ കൈമാറ്റത്തിന് നിർദ്ദേശം. വയനാട് ജില്ലാ കളക്ടറേറ്റിലാണ് 2 സെഷനുകളിലെ ഫയലുകൾ അസോസിയേഷൻ നേതാവിന്റെ അപേക്ഷയിൽ പരസ്പരം കൈമാറാൻ ഉത്തരവിട്ടത്. ഭരണ സൗകര്യാർത്ഥമാണ് നടപടിയെന്ന് അധികൃതർ വ്യക്തമാക്കുമ്പോഴും നീക്കം വൻ അഴിമതിക്ക് വേണ്ടിയാണെന്നാണ് ഇടത് സർവീസ് സംഘടനകളുടെ ആരോപണം. കോൺഗ്രസ് അനുകൂല സർവീസ് സംഘടനയായ NGO അസോസിയേഷന്റെ പ്രസിഡന്റ് മെയ് 20-ാം തീയതിയാണ് ഫയൽ കൈമാറ്റം ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയത്. വയനാട് ജില്ലാ കളക്ടറേറ്റിലെ A1 സെഷനിൽ കൈകാര്യം ചെയ്യുന്ന ഫയലുകൾ A2 സീറ്റിലേക്കും A2 സെഷനിൽ കൈകാര്യം ചെയ്യുന്ന ഫയലുകൾ A1 സീറ്റിലേക്കും മാറ്റണമെന്നായിരുന്നു അപേക്ഷ. പിന്നാലെ ജോലിഭാരം കണക്കിലെടുത്ത് A1 സെഷനിൽ കൈകാര്യം ചെയ്യുന്ന വില്ലേജ് ഓഫീസർ തസ്തിക സംബന്ധിക്കുന്ന ഫയലുകൾ A2 സീറ്റിലേക്കും A2 സെഷനിൽ കൈകാര്യം ചെയ്യുന്ന ഓഫീസ് അറ്റൻഡന്റ് തസ്തിക സംബന്ധിക്കുന്ന ഫയലുകൾ A1 സീറ്റിലേക്കും മാറ്റണമെന്ന് 1 മാസത്തിനിപ്പുറം ഉത്തരവിറക്കി. അസോസിയേഷൻ പ്രസിഡന്റിന്റെ അപേക്ഷയെ തുടർന്നാണ് നടപടിയെന്നും ഈ ഓഫീസ് മാനുവൽ ഫയലുകൾ സെഷൻ ക്ലർക്കുമാർ പരസ്പരം കൈമാറണമെന്നും വയനാട് ജില്ലാ കളക്ടർ മേഘശ്രീ DR പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നു. വില്ലേജ് ഓഫീസർ, ഓഫീസ് അസിസ്റ്റന്റ് തസ്തികകളിലെ നിയമനം, സ്ഥലം മാറ്റം, പ്രൊമോഷൻ, പ്രൊബേഷൻ, PSC വെരിഫിക്കേഷൻ, പോലീസ് വെരിഫിക്കേഷൻ, റെഗുലറൈസേഷൻ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടതാണ് കൈമാറ്റം ചെയ്യാൻ ഉത്തരവിട്ട ഫയലുകൾ. NGO അസോസിയേഷൻ നേതാവിന്റെ അപേക്ഷ പ്രകാരമുള്ള കളക്ടറുടെ ഈ നടപടി വ്യാപക അഴിമതിക്ക് കാരണമാകുമെന്നാണ് ഇടത് സർവീസ് സംഘടനകളുടെ ആരോപണം. ഒപ്പം ഇത്തരം നടപടികൾ ചട്ടവിരുദ്ധമാണെന്നും സംഘടനാ നേതാക്കൾ പറയുന്നു. ഭരണ സൗകര്യാർത്ഥവും ഉദ്യോഗസ്ഥരുടെ ജോലിഭാരം കുറയ്ക്കാനുമാണ് ഉത്തരവെന്നാണ് അധികൃതരുടെ വിശദീകരണം. സമാനമായ രീതിയിൽ UDF സർക്കാർ അധികാരമേൽക്കുന്നതിന് മുൻപും ശേഷവും സർക്കാർ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയത് വ്യാപക വിമർശനത്തിനും കോടതി വ്യവഹാരത്തിനും ഇടയാക്കിയിരുന്നു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.